കിഫ്ബി അക്ഷയഖനിയല്ലെന്ന് തോമസ് ഐസക് ന്യൂസ് 18നോട്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, ഇനി പദ്ധതികൾ അനുവദിക്കരുതെന്നും മുൻ ധനമന്ത്രി. ലൈഫ് മിഷൻ കോഴക്കേസിൽ പിടിമുറുക്കി ഇഡി. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. മുഖ്യമന്ത്രിക്ക് കോഴിക്കോടും കനത്ത സുരക്ഷ. 2 KSRTC പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. കണ്ണൂരിൽ നിന്നെത്തിയത് റോഡ് മാർഗം. വിവാദങ്ങളിൽ ജനങ്ങളോട് മറുപടി പറയാൻ CPM. ജനകീയ പ്രതിരോധ യാത്രയ്ക്ക് നാളെ തുടക്കം. ആകാശ് തില്ലങ്കേരി വിവാദത്തിൽ കണ്ണൂരിൽ നാളെ വിശദീകരണ യോഗം. കോട്ടയം ADMന്റെ അനധികൃത യാത്രാ വിവാദത്തിൽ വഴിത്തിരിവ്. ജിനു പുന്നൂസിനെതിരായ പരാതിയിൽ റിപ്പോർട്ട് നൽകിയത് ജിനു പുന്നൂസ് തന്നെ. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് കലക്ടർ PK ജയശ്രീ ന്യൂസ് 18നോട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ലെന്നും വെളിപ്പെടുത്തൽ. KSRTC ശമ്പള ഉത്തരവിൽ പ്രതിഷേധം ശക്തമാക്കി ജീവനക്കാർ. മുഖ്യമന്ത്രിയെ പരാതി അറിയിക്കാൻ ഭരണപക്ഷ യൂണിയൻ. നാളെ 10,000 കത്തുകൾ അയക്കും. ഹൈക്കോടതിയെ സമീപിക്കാൻ TDF. പിതൃതർപ്പണത്തിന്റെ പുണ്യം തേടി ആയിരങ്ങൾ. ആലുവ മടപ്പുറത്ത് വൻ ഭക്തജന തിരക്ക്. ശിവരാത്രി ആഘോഷ ചടങ്ങുകൾ തുടരുന്നു. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയക്ക് 2 വിക്കറ്റ് നഷ്ടം. ലീഡ് 85 റൺസ് പിന്നിട്ടു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് പഞ്ചാബിനെതിരെ. ജയിച്ചാൽ കേരളം സെമിയിൽ. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിന്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്ടുകൾ എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകളെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ.
ശരി, ഡാൻ തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്ടുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. സൈതാവ് വി ടി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. FRBM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് ചില പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കാരണം ഇവിടെ ഇപ്പോ തോമസ് ഐസക് 50,000 കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കിഫ്ബി പ്രാവർത്തികമായി 5 വർഷമായിട്ട് ഇപ്പോഴും 22,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഇതുവഴി യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആ 22,000 കോടി രൂപയെ കുറിച്ച് പറയുമ്പോൾ 14,000 കോടി രൂപയും ഖജനാവിലെ പണം കിഫ്ബിക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ മോട്ടോർ വെഹിക്കിൾ ടാക്സും അതുപോലെ തന്നെ മുകളിൽ പ്രത്യേകമായിട്ടുള്ള കിഫ്ബി സെസ് അടക്കമുള്ള അതിലേക്ക് സ്വാഭാവികമായി വന്നു ചേരേണ്ടിയിരുന്ന പണമാണ് കിഫ്ബിക്ക് നൽകിയത്. അപ്പൊ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ആ 14,000 കോടി രൂപ ബജറ്റിലൂടെ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു. അപ്പൊ കിഫ്ബിയിലൂടെ അഡീഷണൽ ആയിട്ട് കടമെടുത്ത് ഉണ്ടാക്കിയത് ഏതാണ്ട് 8,000 കോടിയോളം രൂപയുടെ പദ്ധതികൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കിഫ്ബി എന്ന് പറയുന്നത് ഒരു വികസനത്തിന്റെ ഒരു പനേഷ്യൊന്നുമല്ല, ഒരു ഒറ്റമൂലിയൊന്നുമല്ല. ഇത് സ്വാഭാവികമായി തന്നെ നടക്കുന്ന വികസനം നടത്താൻ ഗവൺമെന്റിന് കഴിയാത്തത് കൊണ്ട് അല്ല, ഇതിൽ കടം എന്നുള്ളത് മാറ്റി നിർത്തി. ഇപ്പൊ കടം കൂടുന്നുണ്ടോ എന്നുള്ളത് വലിയ വിഷയമാക്കാതെ ഈ വാങ്ങുന്ന കടം എവിടെയാണ് ഉപയോഗിച്ചത്, അക്കാര്യത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷവും സർക്കാരും കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളത് കൂടിയാണല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നല്ലോ, ഇത് എന്ന് പറയുന്നത് ഖജനാവിലൂടെ നടത്തേണ്ടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സ്കൂൾ കെട്ടിടം ഉണ്ടാക്കേണ്ടത് ഖജനാവിലൂടെയാണ്. അതിൽ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെയാണ് പണം നീക്കി വെക്കേണ്ടത്. ആ നിലയിൽ പണം നീക്കിവെക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഖജനാവിന് പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടം എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കിഫ്ബി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയാണ് മുൻപ് ഗവൺമെന്റ് ചെയ്യാതിരുന്നിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും ഗവൺമെന്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. റോഡ് ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് PWD ഡിപ്പാർട്ട്മെന്റ് വഴിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കിഫ്ബി വഴി ഉണ്ടാക്കുന്നു. സ്വാഭാവികമായി PWDയുടെ എസ്റ്റിമേറ്റിനേക്കാൾ ഏതാണ്ട് 1.5 ഇരട്ടിയോളം വലിയ എസ്റ്റിമേറ്റ് ആണ് പലപ്പോഴും കിഫ്ബിയുടെ വരുന്നത്. ആ നിലയിലുള്ള അഴിമതികളെ കുറിച്ചും ഇതിന്റെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകളെ കുറിച്ചും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ക്വാളിറ്റി വർധനവ് എന്ന പേരിൽ നീതീകരിക്കാൻ കഴിയാത്ത വരണമുള്ള കോസ്റ്റ് എക്സ്കലേഷൻ ഈ ഓരോ കാര്യത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കിഫ്ബി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾ പരിപാടികൾ അത് സ്വാഭാവികമായി തന്നെ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുമായിരുന്നു. അത് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകാതെ ഈ തരത്തിലുള്ള അഴിമതികൾ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇത്തരം പദ്ധതികളെയൊക്കെ കിഫ്ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് നമുക്ക് ആ നിലയിൽ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ധനമന്ത്രി ആയിരുന്ന തോമസ് ഐസക് പറയുന്ന ഒരു കാര്യത്തോട് ഇപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ യോജിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ അദ്ദേഹമാണ് അതിനോട് യോജിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു വരുമാനത്തെക്കാൾ കൂടുതൽ കടമുണ്ടാവാൻ പാടില്ല.
ഈ നിലപാടാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ അതിനെ എതിർത്ത ഒരാളാണ്. കടം എന്നുള്ള ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കടം എത്ര വേണമെങ്കിലും എടുത്തോ, കടം എടുക്കുന്നതിന് ഒരു പരിധിയും നിശ്ചയിക്കേണ്ട കാര്യമില്ല. ഇനി കടത്തിന് നമുക്ക് സാധ്യമാവുമോ എന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. അത് കടം തരുന്നവർ ചിന്തിച്ചോളും. നമ്മളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കടമെടുത്ത് ഇത്തരത്തിലുള്ള ചെലവുകൾ നടത്തണം എന്ന് പറയുന്ന ഒരു പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വക്താവായിട്ടാണ് ഇത്രയും കാലം തോമസ് ഐസക് അവതരിച്ചിരുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറയുന്നു. അതെന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ അത്തരത്തിലൊരു ചിന്ത വരാനുള്ള കാരണം? ഇല്ലെങ്കിൽ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തോമസ് ഐസക് ആവർത്തിക്കുന്നു എന്നുള്ള തരത്തിൽ താങ്കൾക്ക് തോന്നാനുള്ള കാരണം അത് എന്തായിരിക്കും? ഐസക് അതിലേക്ക് എത്താനുള്ള അല്ല, അത് കോമൺ ലോജിക്കാണല്ലോ, കോമൺ സെൻസിന്റെ ഭാഗമാണല്ലോ. വരുമാനത്തിന്റെ പരിധിക്ക് അനുസൃതമായിട്ട് സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു കോമൺ എക്കണോമിക് ലോജിക്കാണ്. അതിനാണ് ഡെറ്റ് GSDP റേഷ്യോ അടക്കം വെച്ചുകൊണ്ട് നമ്മൾ പരിശോധന നടത്തുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ കേരളത്തിന്റെ കടവും സമ്പദ് വ്യവസ്ഥയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഡെറ്റ് GSDP റേഷ്യോ ഏതാണ്ട് 32% ഇന്ന് 39.5%, 40% വരികയാണ്. അതിന് പുറമെ ഈ കിഫ്ബിയുടെ കടം കൂടി എടുത്തു നോക്കുമ്പോൾ കേരളത്തിന്റെ മൊത്ത കടബാധ്യത ഏതാണ്ട് 45% മുകളിലേക്ക് ഇപ്പൊ തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളയിൽ പോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടി കടമെടുത്താൽ ഇത് 60% എത്തും. അപ്പോ കടം എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായിട്ട് നമുക്ക് മാറുന്നുണ്ട് എന്നുള്ളത് ഏതു ബാലപാഠം എക്കണോമിക്സിനെ കുറിച്ച് അറിയുന്ന ആളും എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു കപടമായിട്ടുള്ള ലോജിക്കാണ്. കടം എന്നുള്ള ഒരു പ്രശ്നമേ അല്ല, കടബാധ്യത എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾ എത്ര വേണമെങ്കിൽ കടമെടുക്കൂ, കടമെടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിനെതിരെയും മറ്റും സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു വ്യാഖ്യാനങ്ങളും ആ നിലയിലുള്ള പ്രചരണവുമായിട്ട് ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ആ വിമർശനത്തിന്റെ അന്തസത്ത ഇപ്പോ ആ രീതിയിൽ അല്ലെങ്കിൽ പോലും മറ്റു ഭാഷയിലാണെങ്കിൽ പോലും തോമസ് ഐസക് ശരിവെക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ആ നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കിഫ്ബിക്ക് തോമസ് ഐസക് പറയുന്നത് പോലെ ഒരു ഭാവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിലവിലുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പദ്ധതികൾ ഇതെല്ലാം വലിയ അവതാളത്തിലാകില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കിഫ്ബിയിലൂടെ പദ്ധതികൾ എടുക്കാതെ ആയിട്ട് ഇപ്പോ അല്ല. തോമസ് ഐസക്കിന്റെ ആദ്യത്തെ 2 വർഷത്തിൽ മാത്രമാണ് കിഫ്ബിയിലൂടെ പദ്ധതികൾ ഏറ്റെടുത്തിരുന്നത്, ആ നിലയിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ഞാൻ അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധികളായിരുന്നു. 3-ാമത്തെ വർഷം തൊട്ട് ഞങ്ങൾക്ക് ഓരോ വർഷവും ബജറ്റിന് മുൻപായി ധനമന്ത്രി കത്ത് തരുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിലെ പദ്ധതികൾ നിർദ്ദേശിക്കണം, ആവശ്യമുള്ള പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിക്കണം. എന്നാൽ കിഫ്ബിയിലൂടെ പുതിയ പദ്ധതികളൊന്നും നിർദ്ദേശിക്കേണ്ടതില്ല, കാരണം കിഫ്ബിയിലൂടെ പുതിയ പദ്ധതികളൊന്നും എടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തത് 2018 മുതലാണ്. 18-ലും 19-ലും 20-ലും ഒന്നും പുതിയ പദ്ധതികൾ കിഫ്ബിയിലൂടെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പൊ കിഫ്ബി എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ട് 4-5 വർഷമായി. അദ്ദേഹം അധികാരം ഒഴിഞ്ഞ് ഇപ്പോഴാണ് അത് തുറന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ VT ബൽറാം പ്രതികരിച്ചതിന്. കിഫ്ബി അത് നിർത്തുമോ ഇല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് ഒരു അക്ഷയപാത്രമല്ല, അതിൽ നിന്നുള്ള വലിയ കടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള അപ്പം VT ബൽറാം പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഹലോ, ഡോക്ടർ മേരി ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, അദ്ദേഹത്തിന്റെ കോൾ കട്ടായിട്ടുണ്ട്. ഡാൻ വീണ്ടും ചേരുന്നു. ഡാൻ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ VT ബൽറാം പറഞ്ഞതുപോലെ അവർ നേരത്തെ ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യം ഇത്രയും കാലം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ തോമസ് ഐസക് ഇത് അവസാനിക്കുന്നു എന്നുള്ളൊരു സൂചനയും കിഫ്ബി അക്ഷയഖനിയല്ല എന്ന് പറയുന്നതും ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടായ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയതുമൊക്കെ എന്ത് കാരണത്താലായിരിക്കാം? ഇഡിയുടെ കേസൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ധന്യ, ഏറെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ കിഫ്ബി ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നിക്ഷേപ പദ്ധതിക്ക് തുടക്കമിട്ടത്. പക്ഷേ അത് ഏത് ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്, അതിൻ്റെ നേരെ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വായ്പാ പരിധി എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അത് വലിയ തോതിലൊരു കടം പെരുപ്പം
അത് സംസ്ഥാനത്തിന് താങ്ങാവുന്നതിലധികമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ വീണ്ടും ആ കിഫ്ബി വഴി വായ്പ എടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ സംസ്ഥാനത്തിന്റെ പൊതുകടം നിലവിലുള്ളതിൽ നിന്ന് വീണ്ടും കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം നേരത്തെ മുതൽ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഈ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിക്ഷേപ പദ്ധതികൾ ഈ അവസ്ഥയിലാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരളത്തിന്റെ ധനസ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാകും. അത് ഇപ്പോൾ തന്നെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അവിടെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ കൂടി അതുകൂടി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുമ്പോട്ട് പോയില്ലെങ്കിൽ സംസ്ഥാനം അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കിഫ്ബി എന്ന ആശയം മുമ്പോട്ട് വെച്ച തോമസ് ഐസക് തന്നെ കിഫ്ബിയുമായി ഇനി മുമ്പോട്ട് പോയാൽ അത് ഉദ്ദേശിച്ച ഫലമാകുകയില്ല നൽകുന്നത് എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും തന്നെയാണ്. ശരി, ഡാൻ തുടരാമോ? ഇപ്പോൾ ധനകാര്യ വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, എന്താണ് തോമസ് ഐസക് പറഞ്ഞതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് തോമസ് ഐസക് ഇപ്പോ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തത്തക്ക ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും അവസാനമായി പുറപ്പെടുവിച്ച റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് 40%, അതായത് GSDP ഡെറ്റ് റേഷ്യോ, കടം GSDP റേഷ്യോ 29% കൂടാൻ പാടില്ല എന്നാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് മാൻഡേറ്റ് ചെയ്യുന്നത്. അത് കേരളത്തിന്റെ സ്ഥിതിയിൽ കേരളവും വേറെ 2-3 സംസ്ഥാനങ്ങളും മാത്രമാണ് 40% എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ബജറ്റ് പറഞ്ഞിരുന്നത് അനുസരിച്ചാണെങ്കിൽ അത് 37% വരെ എത്തുമായിരുന്നു. പക്ഷേ CAGയും റിസർവ് ഓഫ് ഇന്ത്യയും പറഞ്ഞു, നിങ്ങൾ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുക്കുന്ന കടങ്ങൾ കൂടി ഈ കടം GSDP റേഷ്യോ 29% എന്ന് പറഞ്ഞിരിക്കുന്നതിലേക്ക് കൊണ്ടുവരണമെന്ന്. അത് കൊണ്ടുവരാൻ വേണ്ടി കിഫ്ബിയുടെ കാര്യത്തില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നയം എന്തായിരുന്നു? അല്ല, മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ താങ്കൾ പറഞ്ഞത് പോലെയാണെങ്കിൽ ഇപ്പൊ സാമ്പത്തിക വികസനത്തിനും പശ്ചാത്തല വികസനത്തിനും ഒക്കെ ഏറ്റവും കുറവ് ചെലവാക്കിയതും കേരളം തന്നെയല്ലേ? ഏറ്റവും കുറവ് ചെലവാക്കിയത് കേരളമാണോ എന്നുള്ളതല്ല, എടുത്തിരിക്കുന്ന കടം. അതായത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 70,762 കോടി കിഫ്ബി വഴി കടമെടുക്കുമെന്നാണ്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 50,000 കോടി വരെ കടമെടുക്കുമെന്നായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ 2016 കിഫ്ബിയുടെ നയം പരിഷ്കരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് കിഫ്ബി വഴി 50,000 കോടിയുടെ കടമെടുക്കുമെന്നാണ്. പക്ഷെ ഈ കഴിഞ്ഞ ബജറ്റിൽ അത് 70,762 കോടിയായി ഗവൺമെന്റ് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കടമെടുക്കാവുന്ന ഒരു പരിധിയുണ്ട്, ആ പരിധി ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി കിഫ്ബിയുമായിട്ട് പോകാൻ നിവൃത്തിയില്ല. പക്ഷെ അദ്ദേഹം അവിടെ ഒരു വീണെടുത്ത് കിടന്ന് കളിച്ചു എന്നും കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗവൺമെന്റ് ഇങ്ങനെ കടത്തിന്റെ പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോൾ തോമസ് ഐസക് ഇപ്പോഴും CPI-M-ൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനും അറിയാമായിരുന്നു ഇത്രയും രാഷ്ട്രീയ നിയമപ്രശ്നം കൂടിയാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കിഫ്ബി ഇല്ല എന്നാണെങ്കിൽ ഇപ്പൊ കേന്ദ്രത്തിന്റെ സഹായം, കേന്ദ്രത്തിന് ഇപ്പൊ സംസ്ഥാനത്തിന്റെ മേലുണ്ടായിരുന്ന ആ ഒരു പിടിവള്ളി അത് വീണ്ടും മുറുകാനല്ലേ സാധ്യത? ഇല്ലല്ലോ, മുറുകാനല്ല സാധ്യത. കേന്ദ്രം എന്തുകൊണ്ട് പിടിവള്ളി മുറുക്കിയത്? കേന്ദ്രം ഈ പിടിവള്ളി മുറിക്കിയത് ഏതെങ്കിലും കാരണവശാൽ ശ്രീലങ്ക പോയതുപോലെ സംസ്ഥാനം കടക്കണിയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് വേണം ഇടപെട്ട് ഈ സംസ്ഥാനത്തെ ബെയിൽ ഔട്ട് ചെയ്യാൻ. ആ ഉദ്ദേശത്തോടുകൂടി, അതായത് ഗവൺമെന്റ് ആണ് ഇതിന്റെ സോവറിൻ ഗ്യാരണ്ടർ എന്ന ഒന്നാമത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ കാരണം കൊണ്ടാണ് ഏത് ഇൻവെസ്റ്ററും കിഫ്ബി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതായിരുന്നു സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. സോവറിൻ ഗ്യാരണ്ടിയാണ് ഇതിൽ കിഫ്ബി ഉയർത്തുന്ന പ്രധാന ഈ ഭരണഘടനാ പ്രശ്നം തന്നെ. പക്ഷെ അത് പാലിക്കുക ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ശ്രമങ്ങളും നീക്കങ്ങളും ഒന്നും നടത്തിയില്ല എന്നാണോ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. അങ്ങനെ ഒരവസ്ഥ വന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം സംസ്ഥാനത്തെ രക്ഷിക്കാൻ. അപ്പൊ അങ്ങനെ കേന്ദ്രത്തിന്റെ തലയിലെ എക്സ്ട്രാ ബേർഡൻ വരരുത്.
അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും കടക്കണിയിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ കേന്ദ്രവും കടക്കണിയിലേക്ക് പോയപ്പോഴാണ് 90-91 നമുക്ക് ഗ്ലോബലൈസേഷൻ വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 2002 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. ആ ആക്ട് നിഷ്കർഷിക്കുന്നത് എന്താണ്? ആക്ട് നിർദ്ദേശിക്കുന്നത് അതത് വർഷത്തെ കടം GSDP റേഷ്യോ 3% നിൽക്കണം. സഞ്ചിത കടം, അതായത് സംസ്ഥാനം ഫോം ചെയ്തപ്പോൾ മുതൽ ഈ നാളിതുവരെയുള്ള കടം 29% നിർത്തണമെന്നാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെ നിർത്തുന്നു. തമിഴ്നാടിന്റേത് 28% നിൽക്കുകയാണ്. കർണാടകത്തിന്റേത് 27.5% നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് പറ്റുന്നു, മറ്റു നിരവധി സംസ്ഥാനങ്ങൾക്ക് പറ്റുന്നു. നമ്മൾ മാത്രം 29 എന്നത് മറികടന്ന് കഴിഞ്ഞ 4 വർഷവും നമ്മൾ ആ ലെവലിൽ മറികടന്നു. കഴിഞ്ഞ വർഷവും അതിന്റെ അങ്ങേ വർഷവും 37% ഈ വർഷം അത് 37.18% അതിന്റെ കൂടെ കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടവും കൂടെ കൂട്ടിച്ചേർത്ത് കേന്ദ്രവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും അങ്ങനെ ചേർത്തപ്പോഴാണ് അത് 40% മുകളിൽ പോയത്. അങ്ങനെ ഇത് കിഫ്ബി വഴിയുള്ള കടവും കൂടി നമ്മുടെ 29% എന്ന ആ GSDP ഡെറ്റ് റേഷ്യോയിലേക്ക് കൂട്ടും ഇനി മുതൽ. അപ്പൊ പിന്നെ കിഫ്ബി കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കിഫ്ബിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് തോമസ് ഐസക് പറയുന്നത് കിഫ്ബി ഇനി നിലനിർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. നിക്ഷേപം സ്വീകരിക്കും, ഇല്ലെങ്കിൽ പണം ചെലവഴിക്കും എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായിരുന്നില്ല. ഇപ്പോഴത് വീണ്ടും തിരുത്തി പറയുകയും ചെയ്യുന്നു. അതെ, ഇപ്പൊ അദ്ദേഹം തിരുത്തി പറയുന്ന അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ്. ഇപ്പൊ അത് തിരുത്തി പറയും. ഇനിയും തോമസ് ഐസക് ഈ കിഫ്ബിക്ക് വേണ്ടി നിലകൊണ്ടാൽ അദ്ദേഹം ഒറ്റപ്പെടും പാർട്ടിക്ക് അകത്ത് പോലും. കാരണം കേന്ദ്ര ഗവൺമെന്റ് അതിനെ കടുവെട്ട് വെട്ടിയിരിക്കുകയാണ്. അതിനെ നമ്മുടെ മറ്റു കടമെടുപ്പ് ബാധ്യതകളുടെ കൂടെ ചേർത്ത് കഴിഞ്ഞു. അപ്പൊ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞ് അതിലൂടെ കടമെടുക്കുന്നത് അർത്ഥശൂന്യമാണ്. അത് എക്സ്ട്രാ ബേർഡൻ ആകും. അത് കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ സംവിധാനം അനുസരിച്ച് തെറ്റായ നടപടിയായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് മേൽ കടുത്ത നടപടികളായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഐസക് വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഇപ്പോൾ തുടരാമോ? ഇപ്പോൾ BJP പ്രതിനിധി MT രമേശ് കൂടി ചേരുന്നുണ്ട്. ശ്രീ MT രമേശ്, ഇവിടെ കിഫ്ബിയുടെ പരിധി കഴിഞ്ഞു എന്നാണ് തോമസ് ഐസക് പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, തോമസ് ഐസക്കിന്റേത് വൈകി വന്ന വിവേകമാണ്. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. കിഫ്ബിയിലൂടെ തോന്നുന്ന മാതിരി ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടവ് ബുദ്ധിമുട്ടാണെന്നും കേരളം വലിയ കടക്കണിയിലേക്ക് പോകുമെന്ന് അന്നേ തന്നെ പറഞ്ഞതാണ്. അന്നിവർ പറഞ്ഞത് കിഫ്ബിയിൽ വരുന്ന കടം അത് പ്രത്യേകമാണ് എന്നാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റാണ് ആ കടബാധ്യതയും തീർക്കേണ്ടത്, അല്ലാതെ വേറെ വഴികളില്ല. അങ്ങനെ പ്രത്യുൽപാദനപരമായ മേഖലകളിലേക്ക് നല്ലല്ലോ കിഫ്ബിയിലൂടെ വരുന്ന പണം അവർ ചെലവഴിക്കുന്നത്. ഏതെങ്കിലും റിസൾട്ട് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കിഫ്ബിയിലൂടെ വരുന്ന പണം മുഴുവൻ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെലവഴിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് തിരിച്ചടവുള്ള പണമല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. അത് നാട്ടിൽ വികസനത്തിന്റെ ഭാഗമായി മറ്റു മേഖലകളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഡയറക്റ്റ് ആയിട്ട് വരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ആ കടബാധ്യത കൂടി സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വരും, ജനങ്ങളുടെ തലയിലേക്ക് വരും. ഇതാണ് എല്ലാവരും നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. കണ്ടമാനം കടം മേടിക്കാൻ പാടില്ല. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതെല്ലാം അദ്ദേഹം ഖണ്ഡിക്കുകയും കിഫ്ബിയുടെ വക്താവായി മാറുകയും ചെയ്തത്. ഇപ്പൊ അദ്ദേഹം ധനകാര്യമന്ത്രി അല്ലാത്തത് കൊണ്ടും വെളിയിലിരുന്ന് കാര്യങ്ങൾ കാണുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. മാത്രമൊന്നുമല്ല, UDF പലതവണ കടമെടുത്തിട്ടുണ്ട്, അതിന്റെ തിരിച്ചടവ് പോലും തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. BJP അത്തരത്തിലൊരു കിഫ്ബി പോലൊരു സംവിധാനം തുടങ്ങാൻ പോവുകയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ആരാ നിങ്ങളോട് പറഞ്ഞത്? ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് കടമെടുക്കാൻ റിസർവ് ബാങ്ക് അനുവദിക്കുകയില്ല. നമ്മുടെ രാജ്യത്തിലെ ധനകാര്യ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതെന്ന് പറയുന്നത് തിരിച്ചടക്കാൻ സംസ്ഥാന സർക്കാരിന് ത്രാണിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കടമെടുക്കേണ്ടത്. അപ്പൊ ഓരോ സംസ്ഥാനത്തിനും പരിധിയുണ്ട്. നേരത്തെ ടീച്ചർ ഇവിടെ പറഞ്ഞത് ആ പരിധിയെ കുറിച്ചാണ്. ആ പരിധിക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചത്. അപ്പൊ അവര് പറയുന്നത് കിഫ്ബി ആണെന്നാണ്. പക്ഷെ കിഫ്ബി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ലോകമല്ലേ? തിരിച്ചടക്കണ്ടേ? സംസ്ഥാന സർക്കാരല്ലേ തിരിച്ചടക്കേണ്ടത്? വേറെ ആരെങ്കിലും ഇത് തിരിച്ചടക്കുമോ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആ കിഫ്ബിയിൽ നിന്നെടുക്കുന്ന കടം കൂടി സംസ്ഥാന സർക്കാരിന്റെ കടമായിട്ട് മാറും.
അത് അംഗീകരിക്കാൻ അന്ന് തോമസ് ഐസക് തയ്യാറായില്ല. ഇന്നിപ്പോ അദ്ദേഹം ധനകാര്യമന്ത്രി അല്ലല്ലോ, ഇപ്പൊ അദ്ദേഹത്തിന് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പൊ ഇത് വൈകി വന്നാണ് കേരളത്തെ വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് നയിച്ചതിന്റെ പുറകിൽ ഒരു കാര്യം കിഫ്ബിയിൽ നിന്ന് കണ്ടമാനം കടമെടുത്തതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ശരി, നന്ദി. ശ്രീ എം ടി രമേശ് പ്രതികരിച്ചതിന്. തോമസ് ഐസക്കിന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. കിഫ്ബി പദ്ധതി ഇനി പദ്ധതികൾ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലെ ഒന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിന്റെ ഒരു പരിധിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്ടുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കണ്ടേ, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ
അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളെ നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കോഴിക്കോട്ടും കരുതൽ തടങ്കൽ. 2 KSU പ്രവർത്തകരെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗമാണ് മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മീഞ്ചന്ത ആർട്സ് കോളേജിൽ സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, 2 KSUക്കാരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് എന്നറിയുന്നു. എന്താണ് കോഴിക്കോട് സംഭവിക്കുന്നത്? ധന്യ, മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലുണ്ടായ സമയത്താണ് വെസ്റ്റ് ഹിൽ, അതായത് ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള വെസ്റ്റ് ഹിൽ തുങ്കത്ത് 2 KSU പ്രവർത്തകരെ സംശയ സാഹചര്യത്തിൽ, അതായത് ഇത് കരിങ്കൊടി കാണിക്കാനെത്തിയവരാണെന്നുള്ള സംശയത്തിൽ പോലീസ് കരുതൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണത്. മുഖ്യമന്ത്രി ഇതുവരെയും ഇപ്പോൾ ഈ ജൈവവൈവിധ്യ കോൺഗ്രസ് ഇവിടെ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നടക്കുന്നത്. 10 മണിക്കാണ് സമയം. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ ഈ ഹാളിനകത്തേക്ക് കടത്തിവിടുമ്പോൾ കർശന പരിശോധനയോടുകൂടി എല്ലാവരുടെയും ID കാർഡ് കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടാണ് കടത്തിവിടുന്നത്. മാധ്യമപ്രവർത്തകരെ പോലും ID കാർഡ് ഉണ്ടായിട്ട് പോലും കുറെ സമയങ്ങളോളം തടഞ്ഞു വെച്ച ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ ബാഗ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ദേശാഭിമാനി റിപ്പോർട്ടറിന്റെ ഉൾപ്പെടെ ബാഗുമായി അകത്ത് കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബാഗാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരിശോധനകൾ കർശനമായി കോഴിക്കോടാണ് മുഖ്യമന്ത്രിക്ക് പരിപാടി. കനത്ത സുരക്ഷയാണ് മുഖ്യമന്ത്രി എത്തുന്നതിൽ ഒരുക്കിയിരിക്കുന്നത്. 2 KSU പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് കോളേജിലാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. KSU പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുന്നു. കുരുക്കുമുറുക്കി ഇടി. ലൈഫ് മിഷൻ കോഴക്കേസിൽ ED മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ മൊഴിയെടുത്തേക്കും. സ്വപ്ന സുരേഷുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകളുടെ വിശദാംശങ്ങൾ തേടാനാണ് ED നീക്കം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ED ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, CM രവീന്ദ്രന്റെ മൊഴിയെടുക്കാനുള്ള സാധ്യതകളാണോ കാണുന്നത്? ശിവശങ്കറിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണോ? വിവരങ്ങൾ ധന്യ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തേക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹവും സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും മറ്റും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമായ പല കാര്യങ്ങളും CM രവീന്ദ്രന് അറിയാം എന്ന ഒരു ധാരണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ CM രവീന്ദ്രന്റെ മൊഴി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CM രവീന്ദ്രനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് നൽകിയിരുന്നു ED. എന്നാൽ അദ്ദേഹത്തിന് കോവിഡ് ആയതിനാൽ ആ സാഹചര്യത്തിൽ
CM രവീന്ദ്രന് ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യം ഒപ്പം ഈ M ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ നിസ്സഹകരണ മനോഭാവം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CM രവീന്ദ്രന്റെ മൊഴിയെടുക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ED എത്തിയിരിക്കുന്നത്. നന്ദി. ലൈഫ് മിഷൻ കോഴക്കേസും അർജുൻ ആയങ്കി വിവാദവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെ CPMന്റെ ജനകീയ പ്രതിരോധ യാത്ര നാളെ തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന യാത്ര കാസർഗോഡ് കുമ്പളയിലാണ് തുടങ്ങുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി മാർച്ച് 18-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനുമാണ് യാത്ര. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനും കേന്ദ്ര അവഗണനയും തുറന്നുകാട്ടാനുമാണ് പ്രധാനമായും ജാഥ നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ ചെർക്കള, കുണ്ടംകുഴി, കാഞ്ഞങ്ങാട്, കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം. തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഓരോ കേന്ദ്രങ്ങളിലും പരമാവധി പ്രവർത്തകരെ അണിനിരത്താനാണ് തീരുമാനം. കേരളത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുള്ള ഏക സംസ്ഥാനം. ഈ സംസ്ഥാനത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അവസാനിപ്പിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു. ഇത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം ലൈഫ് മിഷൻ കോഴക്കേസ്, അർജുൻ ആയങ്കി വിവാദം, ബജറ്റിലെ ഇന്ധന സെസ് വർധന തുടങ്ങിയ കാര്യങ്ങളും യാത്രയിൽ വിശദീകരിക്കേണ്ടി വരും. ജാഥയുടെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ
അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളെ നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. പ്രസാദ്, ഈ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ വാർത്തകളിലേക്ക്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസിനെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി സർക്കാർ. സർവീസ് ചട്ട നിയമലംഘനം ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കാനാണ് നീക്കം. സർക്കാർ അനുമതിയില്ലാതെ BCI ചുമതലയേറ്റതിനാലാണ് നടപടി. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യം തടയാൻ സർക്കാരിന് സാധിക്കും. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, എന്ത് നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് സിസയ്ക്കെതിരെ? ഈ സർക്കാരിന് അനുമതിയില്ലാതെ സിസ തോമസ് ചുമതലയേറ്റതിനാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു നിയമലംഘനം ചൂണ്ടിക്കാട്ടി ഒരു നടപടിക്ക് ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഈ ഒരു ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അസാധാരണ സാഹചര്യത്തിൽ ഗവർണർ നിയമിച്ചതിനെ അത് റദ്ദാക്കിയില്ല ആ സമയത്ത് ഹൈക്കോടതി. പക്ഷേ ഇത്തരത്തിൽ സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് VCI ചുമതലയേറ്റത് എന്നൊരു കാര്യം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സിസ തോമസിനെതിരെ ഒരു ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യം തടയാൻ സർക്കാരിന് ഇതിലൂടെ സാധിക്കും. കാരണം സർവീസ് ചട്ട നിയമലംഘനമാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നടപടിക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ വിരമിക്കാൻ 1 മാസം മാത്രമാണ് ഡോക്ടർ സിസ തോമസിന് ഇനി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായ സിസ കഴിഞ്ഞ നവംബറിലാണ് ഗവർണർ സർവകലാശാല VCയുടെ അധിക ചുമതല നൽകിയത്. മാർച്ച് 31 ഇവർ വിരമിക്കുന്നതോടെ അധിക ചുമതലയും വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശിച്ചതുപോലെ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ഒരാളെ ഗവർണർ തീരുമാനമെടുക്കണം. അതെന്തായാലും ഈ 23 ഗവർണർ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും അതിന് മുന്നേ തന്നെ കൃത്യമായ രീതിയിൽ ഒരു സിസ തോമസിന്റെ നടപടിക്ക് ഒരുങ്ങാനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ശരി, നന്ദി നന്ദൻ. ADMന്റെ യാത്രാ വിവാദത്തിൽ നടപടി. കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദത്തിൽ നിർണായക വഴിത്തിരിവ്.
ജിനു പുന്നൂസിനെതിരായ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകിയത് ജിനു പുന്നൂസ് തന്നെയെന്ന് വ്യക്തമാകുന്നു. പരാതിയിൽ അന്വേഷണം നടത്തുകയോ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് കോട്ടയം ജില്ലാ കളക്ടർ പി.കെ. ജയശ്രീ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന്റെ ജില്ലയിലെ നോഡൽ ഓഫീസർ ADM തന്നെയാണെന്നും ജില്ലാ കളക്ടർ. ADMനെതിരെ പരാതി വന്നാൽ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. തെറ്റുകളിൽ നിന്നും വലിയ തെറ്റുകളിലേക്ക് കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി ജിനു പുന്നൂസിന് ക്ലീൻ ചിറ്റ് നൽകിയെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കിയത്. ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് വെളിപ്പെടുത്തലുമായി കോട്ടയം ജില്ലാ കളക്ടർ പി.കെ. ജയശ്രീ രംഗത്ത് വന്നത്. പരാതി അന്വേഷിക്കുകയോ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് കളക്ടർ ന്യൂസ് 18നോട് പറഞ്ഞു. അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് തന്നെ അറിയില്ല. നമ്മൾ ADMനെതിരെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അവരുടെ അനധികൃത യാത്രകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വാർത്ത കൊടുത്തത്. മേഡം അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ പിന്നെ ജില്ലാ കളക്ടർക്കാണ് അന്വേഷണത്തിന് ചുമതല എന്ന് പറഞ്ഞു മറുപടി വരുന്നു. അപ്പം ജില്ലാ കളക്ടർ അല്ലേ അത് അന്വേഷിക്കുന്നത്? സ്റ്റേറ്റ് ഒട്ടാകെ CM പോർട്ടലിന്റെ നോഡൽ ഓഫീസർ ADMമാരാണ്. അപ്പൊ ഈ നമ്മൾ ADMനെതിരെ ഒരു പരാതി വന്നാൽ എന്താ ചെയ്യുക? അത് അവരല്ലല്ലോ മറുപടി അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം അന്വേഷിക്കേണ്ടതും മറുപടി ഫയൽ ചെയ്യേണ്ടതും അല്ലേ? അങ്ങനെയാണ്. അതെ, അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് കളക്ടറെ അറിയിക്കണമല്ലോ. ഞാൻ അറിയുന്നില്ല. എല്ലാ ജില്ലകളിലും ADMമാരാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന്റെ നോഡൽ ഓഫീസർമാർ. എന്നാൽ ADMനെതിരെ പരാതി വന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കണം. കോട്ടയം ADM ജിനു പുന്നൂസ് ഇത് ചെയ്തിട്ടില്ല എന്നും കളക്ടറുടെ പ്രതികരണത്തിൽ വ്യക്തമാണ്. ഒരു പരാതി വന്നാൽ എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്? സാധാരണ പരാതിക്കാരന് അവരെ വിളിക്കണോ അതോ എങ്ങനെയാണ് അത്? ഏതെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അതെ. അപ്പം അതാത് ഓഫീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. ആ ഓഫീസ് അതിന് മറുപടി തരും. ആ മറുപടി ആ തരുന്ന ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ആ മറുപടി ക്രോഡീകരിച്ച് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നോഡൽ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. കളക്ടറുടെ പേരിലാണ് പോർട്ടൽ. അന്വേഷിക്കാൻ വേറെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു റിട്ടേൺ പരാതിയൊന്നും എന്റെ മുമ്പിൽ വന്നിട്ടില്ല. അതായത് ജില്ലാ കളക്ടറെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എല്ലാം പറ്റിച്ച് സ്വന്തമായി ക്ലീൻ ചിറ്റ് നൽകി ജിനു പുന്നൂസ് എന്ന കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ഒക്കെ നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ പറ്റിച്ച ഒരു ഉദ്യോഗസ്ഥ അതേ പദവിയിൽ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിയാണ്. തെറ്റ് ചെയ്തവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. KSRTCയിൽ ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന ഉത്തരവിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. എല്ലാ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇടത് അനുകൂല സംഘടനയായ CITUവിന്റെ തീരുമാനം. ഇതിനായി 10,000 കത്തുകൾ നാളെ മുഖ്യമന്ത്രിക്ക് അയക്കും. ഉത്തരവിനെതിരെ TDF ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യവും ആലോചിക്കുകയാണ്. അതേസമയം ശമ്പളം ഗഡുക്കളായി നൽകുന്നതിന് മുന്നോടിയായി പ്രതിദിന വരുമാനം 8 കോടിയിലെത്തിക്കാൻ മാനേജ്മെന്റ് നടപടി തുടങ്ങി. ഡിപ്പോ അടിസ്ഥാനത്തിലും ഇനി വരുമാനം കണക്കാക്കും. ഓർഡിനറി മുതൽ AC സ്ലീപ്പർ വരെയുള്ള ബസ്സുകളിൽ നിന്നുള്ള വരുമാനവും ചെലവും പ്രത്യേകമായി കണക്കാക്കാനാണ് മാനേജ്മെന്റ് തീരുമാനം. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ?
തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളെ നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത സ്പോർട്സ്. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. 2-ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് 8 വിക്കറ്റുകൾ നഷ്ടമായി. രവീന്ദ്ര ജഡേജ 5 വിക്കറ്റും അശ്വിൻ 3 വിക്കറ്റും വീഴ്ത്തി. എൽദോ പോൾ പുതുശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എൽദോ, ഇന്നിപ്പോൾ 3-ാം ദിവസം കളി ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് മാച്ച്? ധന്യ, ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയം സ്പിന്നർമാർ കളം വാഴുകയാണ് ഡൽഹിയിൽ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓസ്ട്രേലിയൻ നിരക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. 3-ാം ദിനമായിട്ടുള്ളൂ, ആദ്യ സെഷനാണ്. ഇതിനോടകം തന്നെ ഓസ്ട്രേലിയക്ക് 8 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ന് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് ഈ 1 മണിക്കൂറിനിടെയാണ് 7 വിക്കറ്റുകൾ നഷ്ടമായത്. ആ വിക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 LBW ഉണ്ട്, 3 ബൗൾഡ് ആണ്, 1 കീപ്പർ ക്യാച്ച്. സ്പിന്നർമാർ തകർത്തു വാരുകയാണ് ഇന്ത്യക്ക് വേണ്ടി എന്ന് വേണം പറയാൻ. 3-ാം ദിനത്തിൽ ഈ കളി അവസാനിച്ചാലും അതിൽ അത്ഭുതം കൂറേണ്ടതില്ല എന്ന് നമുക്ക് നിസ്സംശയം സൂചിപ്പിക്കാം. ഇനി ഇന്ത്യൻ ബോളർമാരുടെ മികവ് ഒപ്പം പിച്ചിന്റെ പ്രത്യേകതയും വളരെ ശ്രദ്ധേയമാണ്. വളരെ ലോ ബൗൺസ് നിലനിർത്തുകയാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ഈ ട്രാക്ക്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് വളരെ ദുഷ്കരമായിട്ട് തോന്നുന്നു ബാറ്റിംഗ് സാഹചര്യങ്ങൾ. ലബുഷെയ്ൻ, സ്റ്റീവൻ സ്മിത്ത് ഈ 2 താരങ്ങളിലായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ ഓസീസ് നിരയിൽ. ഡേവിഡ് വാർണർ ഇല്ല, അപ്പോൾ ലബുഷെയ്നും സ്റ്റീവൻ സ്മിത്ത് മികവ് കാണിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. പക്ഷേ ഇരുവർക്കും വലിയ തോതിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ലബുഷെയ്ൻ 35 റൺസിന് പുറത്തായി, സ്റ്റീവൻ സ്മിത്ത് 9 റൺസിന് പുറത്തായി. രവീന്ദ്ര ജഡേജ 5 വിക്കറ്റ് വീഴ്ത്തിയാണ് ഇപ്പോൾ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2013 അനുസ്മരിപ്പിക്കും വിധം രവീന്ദ്ര ജഡേജ സ്പിൻ ചെയ്യുകയാണ് ഈ ട്രാക്കിൽ. അശ്വിൻ 3 വിക്കറ്റ് വീഴ്ത്തി അതിഗംഭീരമായിട്ടുള്ള പ്രകടനം. ഇന്ത്യ ഇന്ന് തന്നെ ബാറ്റിംഗിന് ഇറങ്ങണം 2-ാം ഇന്നിംഗ്സിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു 111-12 റൺസാണ് നിലവിലത്തെ ലീഡ്. 150 മുകളിൽ ലീഡ് ഉയർത്താൻ ഓസ്ട്രേലിയക്ക് സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ ഒരുപക്ഷെ വിജയം പോലും ഇന്ന് സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അടിമുടി പതറയില്ല എങ്കിൽ ടോഡ് മർഫിക്കും നാഥൻ ലിയോണിന് മുന്നിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കൃത്യതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഒരു ജയം അത് അരികെയാണ്. 2-0 ഈ മത്സരത്തിൽ ഈ പരമ്പരയിൽ ലീഡ് നേടാനുള്ള സുവർണാവസരം ഒരുങ്ങുകയാണ് ഇന്ത്യക്ക്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കണം. അവിടെയും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം ഈ പിച്ചിന്റെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ടേണും ബൗൺസും അത് ശ്രദ്ധേയമായി തന്നെ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വളരെ കരുതലോടെ വേണം ലിയോണിനെയും
ടോഡ് മർഫിയെയും നേരിടാൻ, ഒപ്പം പാറ്റ് കമ്മിൻസ് എന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പേസ് ബോളറെയും. ധന്യവാദം. ശരി, നന്ദി എൽദോ. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ, ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളെ നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. പ്രസാദ്, ഈ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ, ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള
ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU. നമസ്കാരം. കേറിവാട മക്കളെ എന്നുള്ള ഒറ്റ ഡയലോഗ് കൊണ്ട് ഫുട്ബോൾ അറിയുന്നതും അറിയാത്തവരുമായ, ഫുട്ബോൾ ആരാധകരും അല്ലാത്തവരുമായ മലയാളികളെ ഒന്നടങ്കം കയ്യിലെടുത്ത സാക്ഷാൽ ഇവാൻ വോക്കോമോനോവിച്ച് ആണ് നമ്മുടെ അതിഥി. വെൽക്കം ടു News 18 Kerala, coach. Thank you very much, my pleasure. So you obviously made out what I said in our own language, Malayalam, about you, the opening dialogue. Yeah, I suppose. Yeah. So I would love to start with that, because this Kerivada Makale was addressed at the football fans. Yeah. It wasn't a PR exercise. It wasn't a scripted thing. This very clearly felt like something which came from inside, from your heart. And I've read that there is a background to this, because you once have been a very passionate fan. This is one story which a lot of Malayalis do not know. Can you tell us about that adventure that you had at the age of 14, if what I read was correct? Yeah, exactly. Well, when you start shooting the ball around your house, of course you dream about being part of big events. My dream was to be a football player, to play in front of huge crowd in my country, in front of all those fans. My favorite club, named Red Star. So Red Star. Yeah, actually Red Star managed to have couple of really nice seasons between 1987, 88 till 1990s, and inside the 1990s, and actually won Champions League competition in 1991. Right. Which is today a big deal, of course, and back then it was kind of the start of that great competition. So back then I was dreaming about playing for that club. I was playing for my local club in town where I've been born. So actually the capital city of Belgrade is like 200 kilometers from my hometown, and I was thinking about going and watch the game of semi-finals of Champions League in Belgrade, where actually our team, Red Star, was supposed to play against the big Bayern Munich, German club. And especially like it was the second leg game, because the first game in Munich in Germany, Red Star won 2-1. So everybody was excited, everybody wanted to be there. I had no idea how to get there. I was like 13, 14 years old boy. And the only thing I knew that my aunt, actually the sister of my father, she used to live in Belgrade. I knew how to reach there. So how to get the train, how to hit those 200 kilometers, arrive to a huge central train station in Belgrade, which is capital like city today, like I think more than around 3 million people maybe, you know. And then from that central station to go to her house, and that's it. That's what I knew when I was young boy, because knowing being there in the summer for a vacation or something like that. So then I decided and told my mother one day that I would like to do that. And she was actually against that, saying, how you going to do that? We didn't have money. So I was collecting for days from my family, from my mother. Every day when you go to school, they give you some money, you know, small amounts to buy something to eat. So I was collecting that, not eating, even like collecting, because I wanted to buy that train ticket and go to capital city to watch that game, because for me it was something priceless. So then that day early in the morning, waking up, taking my books, faking like I'm going to school. Even I remember telling my mother I'm going to go. She was like, no, you must not go, you cannot go. Like even threatening me, like don't even think about it. So actually that day I was faking, taking my book, saying, okay, I go to school, running from my house to central station, 6:20 in the morning, getting the train, traveling to Belgrade capital for about 3 hours, 3.5 hours by train. Okay. Arriving there, arriving around 10 o'clock in the morning. The game was in the evening, 8:45.
So then going to my aunt, she was not there, she was working. So I had to sit in front of the building till 3 o'clock in the afternoon waiting for her. That was back then, no cell phones. You know, there was like, you had a home phone or something. Then when she saw me, she was surprised, like what happens. So then we went in, she called my mother. She was furious, like threatening me, when you come back home, I'm gonna destroy you, all these things. So I said, I don't care, like I'm going for I didn't even have the ticket. Okay. So then I went earlier before the game to stadium. I met one friend from my school. He was with his father and his uncle. So we went around together, we bought a ticket, you know, find a ticket, witness it, like one of the biggest games, you know, Red Star leading 1-0, then in 5 minutes going down 2-1, losing against Germans, you know, so many pressure, and then in a 92nd minute, one situation, one like goal for eruption of the stadium, and draw 2-2, leading actually my favorite club to a finals, which actually later they won. It goes by the first leg. Yeah, and actually they qualified for the finals, and I even remember arriving later on with my friend and his father and uncle by car back home. Of course, my mother. I got beaten. I got beaten hardly, you know. But actually, I was kind of. I don't care. We qualified for the finals, you know. And she actually, I think that was the moment where she actually understood. Okay, this boy, she's committed. She's dedicated to it. And I was training hard. I was practicing. My dream was to become a football player. One day playing for that club, which actually came through later enough. And yeah, these kind of things give you passion, give you something that you want to believe even more and go for it. And realizing you have to work hard for that. There is nothing being granted for, so nobody will come to your door and offer you things. You have to fight for that. You have to work for that really hard. So maybe that was the turning point, key point into my football life. Then you became a player. I mean, when you look at it, like you were a striker, you were a midfielder, then you were a central defender. Yeah. I think that was a point in time, at least in this part of the country, like you are left winger, you are a left winger for life. You are on the right wing, you're there. You're centre back, you're centre back. So you had that flexibility in the system, which was once Yugoslavia and now Serbia. Yeah. Or were you personally flexible and adapting to various roles, like? I think so, because back then, when we speak about football players' education, the football coach was like he's the boss, so he decides. And then when you face, as a young player, you face a coach who has a name, who experienced certain level, and then when he says something, then you have to listen. So then, in the youth, I was playing as a striker. Then, by some of these famous coaches, moved back to a midfield. Later on, when I started as a professional on a top level, even by some coaches, even of a higher level, pushing me back, playing as a central defender, these kind of things gave me later on different perspective and different football sides, where actually I was understanding the game more and more, how a central defender think about the game and sees the game itself, how midfielder has to behave, how strikers behave. For example, take a good example of today's modern football on the top level. How many top football coaches you will find who used to play as strikers? Very few, small percentage, because their football perspective during the playing time was opposite, because most of the game they're staying on the pitch back to the opponent goal, which means our right side for him is a left side, our left side for him is a right side. So everything's opposite. And then they're playing in kind of opposite perspective, where actually later when they become coaches, there are different circumstances. Today, speaking about top coaches on top level in English clubs, maybe some national teams, most of those coaches, they used to play as a central midfielders, as a central defenders. Some of them were goalkeepers, because the goalkeeper position is one of the best. You see everything in front of you. Panoramic view. Yeah. As a central midfielder, you are in the center of something and you have to circle around, and it's different. As a defender, again, everything is in front of you. So many other different perspective, all the football players have at the end of career. Some of them strikers, so I will not put the stamp on.
They made great careers as football coaches, but only few of them. Most of the coaches today, you will find these guys who were hard workers, team players mostly, working for a team. And these guys today, that's why maybe they're giving more and more to some players today, like in development program. Again, strikers, they were good stars, big stars, you know, ego. And at the end of the season, when they realize it's hard work, coaching job is a hard work, they mostly say, why should I do that? Because I used to get my glory, I used to get my fame. So, but anyway, with all due respect to everybody, so it's quite a different perspective. So that kind of thing gave me maybe different points of view in my later on football career, where actually I was solving many problems during the game as a player with ease. This flexibility is now on display. I mean, you're not rigid in terms of tactics, techniques, putting players in certain positions. You have one style of support when Sahal Samad is playing. You have another kind of player and KP Rahul comes in. So you have tuned and trained the rest of the team to adapt to their style. If one is a touch and burn player, the other one is fast, direct and coming in. But you know, every player is different, because all of us in this world, we are different in a way of mentality, character, approaching things, understanding football. So in the football world, when we speak about the players, and when you enter the dressing room, let's say 25 different mentalities, 25 different characters, it might happen that you have different nationalities, all of them coming from different parts of the world, different religions. You must understand all those things, you must accept all those things. And then many players, if you want to get, so the biggest, the most important point of a coaching job, like taking the maximum out of it, you know, making results. So a long time ago, the football coaches, you have approach of a football coach, everybody must adapt to him. This is his way. So then all of us, when we try to adapt to his way, some of us will get maximum out of it, some of us will not, because his approach doesn't fit you. It fits him, but not you and me, maybe. Today, as a football coach, you must be also kind of psychologist, you know, understanding all these differences in order to get maximum out of them, all of them. So then, with some players, you must have hard approach. With some players, you must have friendly approach. Some players, you must caress and talk nicely. With some players, you must be rude, you must be hard, in order to get maximum out of it. Not only here, but all around the world, because this is the way how football works. You know, they're coming from different backgrounds, they're coming from different family education systems and everything. So, and you have to recognize that as soon as possible in order to get maximum, because they have to perform. That's it. Even what you got was a team which was rich in talent, definitely, no, but which was only showing streaks of brilliance. Like, you know, you suddenly surprise all your fans, you perform. Suddenly, you know, you go down. So you came in, even at that point, if I'm right, nobody gave much of a chance in terms of advancing to the playoffs or even the final. We like that. We like that when they don't give us a chance. It was the case last season as well. Yeah. After so many disappointing years, nobody was expecting us to be there, first of all in playoffs, beating all these big teams last year in the bubble. Then reaching playoffs, nobody was giving us a chance to reach the finals. We reached the finals, because in football anything is possible, especially in this beautiful league as ISL. Anybody can beat anybody, you know. So you have to fight for it, and then when you find a way and when you input all the empathy, emotions, hard work, dedication in Kerala Blasters, which is in my eyes now after close to the end of the second season, Kerala Blasters is something that nobody has in India. With all due respect to all the clubs, I always show my respect to all those clubs and all those people working in it. But the emotion, the fans, and everything what happens around Kerala Blasters, it exists only in Kerala. So with all due respect, and that emotion which gives you something extra, which actually push you forward, that as a player you want to give something extra onto that pitch, that creates that kind of wow effect, that as Kerala Blasters you can surprise and beat anybody you want.
So this is something extra that we managed last year. Okay, in bubble without the fans. Now it's quite different with fans, even better, I'd say. So we'll try to do that. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം വലിയ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളായി നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. പ്രസാദ്, ഈ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം വലിയ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTCയിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ, വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും
എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. What exactly, I mean, is this or was this part of your entire plan to transform this team? Because it was a clear transformation. It's not as if you brought in so many players suddenly, or you did not import extra players or nothing. You transformed the team. That's the most important thing, because changing, and the most difficult thing, changing the mentality and character of your team, of your approach, of all these things going around the club together with fans, that actually you want to create a fortress of your stadium. You want to create that wow effect that, with all due respect again, we want our opponents, when they look at the fixture, saying, okay, next weekend we are going to Kerala. Holiday. It will be tough. It will be really tough. Once it was a holiday. Let's have an easy time. Once it was a holiday, players speaking and saying, okay, we go to Kerala to score a couple of goals, to get points. Now, we wanted to create something different now. And to create that, you need both sides to act simultaneously, together with fans. You want to create that it functions. How? First of all, from our side, we have to give everything. Coaching staff, everybody in the club, players on the pitch. We want to give something extra on the pitch, where actually the opponents, they must feel that it's our home ground. When fans, they see that, they will support you, they will push you forward. Then you will find more power in that to give something extra to win the games. This is how it goes all around the world. And I think that is the most difficult thing to change, the mentality, the character of your team and your club, saying we want to be that club. We want to beat that team. So actually, when we play at home, that everybody else going out for the warming up, they have to know, wow, today it will be tough. It will be tough today. And then when they feel the force, the way we want to play, to score goals, everything. So actually, these kind of things, from the very first moment when we started our cooperation, talking to our management, I was saying that I would like to create that. We would like to change that, because Kerala Blasters can become one of the teams in this league who is always in top, who always has something special. And I think that Kerala Blasters has that something special. And Kerivada Makle was part of that strategy, wherein the push, the passion which the fans have, you added fuel to that fire. I think that it came from the heart. In that moment, we were, I think we were qualified for the finals, when actually it just came, and I said, kind of a moment where actually created that. And the stadiums were opening up. Yeah, that was the first game after so long that they were allowing fans to come into the stadium, and it was come like a call. Come on, let's do it together. So, and I was glad that they arrived in Goa to support us. And I haven't seen a lot many coaches addressing the fans. Forget even
sparing a moment to. So, where did you pick this up, and what was the inspiration? You actually address the fans, like, you know. Well, maybe knowing the fact that the football team is not only one unit that can create something special. You need fans, you need all the community supporting you, you need to give something back to your community. That's why I always say my players before games, we go out and play this game, and later on when we get back here in the dressing room and look into each other's eyes, I want to see that we have no regrets. Because in professional football, whether you win, you lose, you draw, it happens. This is professional sport. Anything can happen. But at the end of the game, if you have that feeling that you did everything today, you gave everything, and you have no regret looking at yourself in the mirror at the evening, brushing your teeth or whatever, and saying, today I gave everything. I did everything for myself, for my teammates. So we lost. Yeah, okay, we shake hands with our opponent saying, okay, today you were better, next time I'll see you again, okay? But with that feeling, when you do that, you will never disappoint. The fans, they're not crazy. They recognize that. They recognize good vibrations, good feeling. And when you do everything, you give everything, despite the result, you will always have support. And then this kind of approach I felt long time ago when I was playing for my favorite club in my home country. Later on, during my player career, I recognized and I knew also getting in touch with some different coaches where actually they taught you like these kind of things. If you want to reach something in your football life, that's the only way. Hard work, dedication, do everything you can on the pitch for yourself, for your teammate. You know, if your teammate, he loses a ball, go fight for that ball. Why? Because later when you lose the ball, he will do the same. This is kind of bond of brothers, you know, the team that you want to create. And this kind of thing that actually we want to transfer, that again, Kerala Blasters becomes this kind of team where everybody can see that everybody fight for each other. I've read somewhere that you're an A to Z coach, like you don't leave, you know, physical fitness to the fitness chap, diet to the dietitian, whatever. Like you get involved in their diet and their practice and their technique in their, you know, not just the football training, their physical training. Is that how you were also trained? Or yeah, as a manager now, of course, you have a technical staff, medical staff. Everybody is responsible for something. Of course, as a manager, you control and you supervise all those things when we decide about certain approaches or moves. We're all together, we decide, and I like to listen the specialist. In this case, conditional coach, you want to listen his opinion, you want to listen your assistant opinion, you want to listen your doctor's opinion, and all those things at the end we make decisions all together. Of course, as a manager you have to take decisions. You know, even sometimes I say, as a football manager now, as a coach, head coach, you have to take decisions. You know, sometimes these decisions will not benefit me, will not benefit player himself, but I always look at these decisions, they benefit the team at the end result. And sometimes you have to put all those emotions aside, which is sometimes not easy, but this is part of the job. So then I like to give all of these people space and time to express themselves, not only players, you know, making mistakes, doesn't matter, next time will be better. Just go for it, okay? Technical stuff, medical stuff, everybody takes responsibility. I'm not kind of leader who will say, okay, this is the situations, this is what we're going to do, let's do it. No, I like to hear different opinions and then all together taking this decision. Of course, at the end, we'll sit down and make those decisions. So this is how it goes. So that's why maybe it came from my background again, being part of different clubs, different environments, different countries, getting in touch with different approaches. So maybe today that gives something different. Does Blasters have a problem with its bench strength? Because one or two, you know, injuries to some crucial players suddenly upsets the balance, or are you happy about it? There is one thing with the ISL that bothers, I think, everybody because it's on a short term. So in some other countries you have between 34 and 38, 40 games per season. In ISL with 20 games, what happens? When you start a new season, there are new faces.
You must create new dynamic. You must create new team spirit. You must create new automatism that everybody will fit in, actually. What happens then after a short period of, let's say, 10 or 12 games, something, you lose somebody, you can feel it. In a longer term competitions, then there is another players, they fit in, they get the time and everything. In ISL it's quite different. But whenever it happens with us, we don't cry about it. We don't, there are other guys, they are ready. That's why as a coaching staff, we always want to have all of them ready. So wherever something happens, that they can jump in and do the job. So of course, it's different when you change a player, because not one player is same. Everybody says, hey, you lost one player, can you replace him? No, absolutely impossible, because you cannot replace, because not one player is the same. You can just fit in somebody else, he can try to do the job, and that's it. But even now, when we faced some of these changes, we were not crying about it. Okay, there are other players, jump in, do the job, and let's go for it. This is how we accept that. We never speak about it negatively. No, it's a part of football business. Let's go. Don't complain, don't whimper. No need, because complaining is kind of finding excuses, Everybody says excuses are there to use them. No, I'm not that type of coach. We want to continue with the power and players we have. There are also the unavoidable thing in football, younger players knocking on a door saying, I want to pick up your spot, I want to fight for my spot on the pitch, so you have to give them chance. They deserve it. So as a coach, you want to see those boys having that ambition to arrive there. So as a coach, you're pleased to see that. So you have to go with the flow. So is that also the inspiration for your, the Blaster school, from juniors, kids, Yes. under 19, under 17, under 15, you call any age group? I think that all the boys being part of those young groups, they have to realize that there is chance that they can become senior football players in Kerala Blasters, which we are proving and showing now in the last period, that more and more boys from this educational process, they are knocking on a door and coming to the first squad. And this is also part of our objective, developing this Malayali part of football, Kerala football, that these boys later being recognized on a level of national teams, not only young national teams, but senior national team, football club, Kerala Blaster, or any other club in ISL. So this is part of football, and we want to participate and develop that thing, which can actually afford our club to become even stronger. This was one question which I had kept for last, but then since you've already taken on to the Malayali footballers, and an extension of which is the Indian footballers, do you think there is a realistic chance? Because this is one joke that we football fans share, like, will we be able to see an Indian team play a World Cup match in our lifetime? So, is there a realistic chance? Yes, realistically speaking? I think so, yes. Because, let's say, 20-something years ago, one process around the world started, where actually many countries realized that everything goes and starts from a youth development. If you want to create one strong senior national team, you have to create it from your youth roots. And it starts from a football education from the age of 15, 16, where actually throughout that process, these players, they become better. They get as a proper education. The same example, if you want to go and study in university, first you have to go to primary school. You have to learn how to write and read, okay? Because later you cannot go to study if you don't know to read and write. No chance. So that's why in today's world of football, where many countries, more than 100 countries, today we have more than 200 something countries participating in World Cup qualification. So more than 100 countries are already into that process of developing youth players who later become the top players on a senior level. How? Going through that process, they go to better clubs, they have better education, they become better, playing in better competition, playing on a more serious level, even in ISL. And then what happens? Them becoming better in the youth system, they will be participating in new national teams, participating in big tournaments. Later, when this generation grows up, it becomes your senior generation, fitting in with good players, and then you create one good unit for the next 10 years. And then you can hope that you can achieve through
the Asian Cup, something more serious. And it is possible. It is possible with the right process, right education, that you arrived to that level. Many countries, they proved it. And it started from some South American countries, European countries. I've been part of this Belgium education process, which started 2006. Today, you have so many top Belgian players in the top level. National team was for years first on a FIFA ranking. And Belgium is a small country, small country of 11 million people. They created the process, they created the project, they said, let's go for it. So India has talent. It must work a little bit more on infrastructure to develop these training centers and all these things. One day, I think it's possible. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷയഖനിയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. അത് പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ടത് ഇതൊക്കെ ചെയ്തു വെച്ചാണ്. സൈതാവ് വിറ്റി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വിറ്റി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത്. ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ്. SRBM ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ്. അതിന് കിഫ്ബി പേരിട്ട് പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കാരണം ഇവിടെ ഇപ്പോ തോമസ് ഐസക് 50,000 കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കിഫ്ബി പ്രാവർത്തികമായി 5 വർഷമായിട്ട് ഇപ്പോഴും 22,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഇതുവഴി യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആ 22,000 കോടി രൂപയെ കുറിച്ച് പറയുമ്പോൾ 14,000 കോടി രൂപയും ഖജനാവിലെ പണം കിഫ്ബിക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ മോട്ടോർ വെഹിക്കിൾ ടാക്സും അതുപോലെ തന്നെ മുകളിൽ ഏർപ്പെടുത്തി കിഫ്ബി അക്ഷേഖനീയല്ല. 11 million in a small country. This is one benchmark or measuring glass that we use. Such a huge country, such a huge population. Look at that country, look at this country with 1/100th of our population, 1,000th of our infrastructure, but they're winning gold in Olympics and going through in World Cups, this, that. So what is lacking? I mean, it's high time you looked at it frankly. What is lacking? Is it infrastructure? Is it the physique? Is it the diet? Is it the body? Or is it emotional? Starting from infrastructure, starting for correct education, sports education on a football level. And it starts also from federation part, where actually, I'll give you again example from Belgium, where actually they started that process in 2006, and in 2009-10, they realized they don't have coaches who can push further on for that project. And they said, okay, what we have to do? Let's educate new coaches. So then you have new educational coaching system coming on. I was part of that first generation. And so with all these together, then together with the fans, then you unit all the clubs saying, okay, we as a federation, we will work like that because we want our players to be developed on that way in order to get them on a higher level. So then all the clubs have to organize their youth system. I think that half of the clubs in ISL, they don't have youth systems, So every year, what they're doing? They go into transfer market, they go and buy players, okay? And so what? So you play one season, you arrive at the end of the season, okay, it's done, go back to zero, restart. So again, you go back to zero. So you don't have this continuity, this consistency of that process, where actually if you oblige and say all the clubs, you must have all of you youth system, senior team, B team, under 21, under 19, under 17, under 15, and these guys, they will go step by step, like in a school, all the clubs. Then you will plunge so many talents to your national teams. Your national teams will become better. Your national young teams will be recognizable more on an international level. These players, young, they become better, coming to senior level, and you have better national team. And you can go with your talent. India has a great talent, has a great dedication of survival spirit, and that's important in a football level. Fighting spirit, for that game, for that victory. And then you start winning here around in Asia. And then you become recognizable. One day, you will be there. Then later on deciding, or you in your coaching education, getting your domestic coach as a national team, international coach, doesn't matter. It goes like together because many teams, even the top national teams, they have international coaches. Doesn't matter. It's about the coexistence of that system which will provide all this. This is a project. And like I say, more than 20 years, more than 100 countries, they're doing that. Whoever is not doing that, they're left behind.
because that gives result. So you have to change those things together with infrastructure, approach, cooperation, clubs, federation, creating this new generation, because the market of Indian football is small. You have 11 teams in ISL, 12 teams in the I-League. Okay, 23 teams, half of the players not available because they are under contracts. Half of the players you cannot get because they are not affordable from budget-wise. Then the market is so small that you can choose between players you have or similar players. So why do you change? The only thing, you have to create new players, because these players, they will turn around for a couple of more years. If you then don't have new project, who's going to play in the next 3-4 years if you don't have that process? So we as a club, we started last year. We want to do that because it's our idea. And we think that it will bring new results, new young players going to national teams, and new young Malayali guys going onto the level of ISL. We want to see that. Given that, yes, we build infrastructure, we bring in coaches, we have a coaching system, everything in place. Is there a problem with the physique, with the diet? Because you look at those, European players, the African players, you look at the way their muscles stand out, the way they physically fit, the speed, the skill. Do you think we have it in us to match that? Yes, I think yes. Look, if you go back in, couple of years ago or something, Barcelona in the golden period, you know, all the players, they were quite small, quick with the ball, quick in the passing, There were some tough players, but not all of them. And everybody was saying, how the hell these guys, they are so small, they can win the Champions League a couple of times. That's a process, that's a system. Of course, genetics is important, but what I've seen so far in India, there is talent, there is physics. Indian players are really quick, Then being capable of playing into these weather conditions puts you into advantage. So many players, international coming in India, they suffer, they cannot play here because weather conditions, humidity, it's not easy. So many of those things you can use as an extra weapon. Then when you start those process with the youth, of course there's education about feeding, there's education about all other things that you push through those systems, and when they arrive on a senior level, they're ready. Physically, they're ready. Mentally, well, you push them to be ready to playing in front of the crowd. This is part of your growing up process as a football player. So there is everything you need with, I think, even better infrastructure that you have to provide with training centers, every club. I would also advise and oblige as a head of ISL that every club must build up a new training center, okay? Training facilities, because there is a lack of training facilities. Many times we go around India playing these games far away. You have to go 2 days in advance. You go there, like you face in the city of 12 million people, you don't have a football ground to practice. This is not acceptable. So you cannot advance and you cannot improve if you don't have this kind of infrastructure. With all due respect to any other sport, that India is really good in it. But if you want to advance in football, you have to do that. You have to, as a club, because it's also an asset. Tomorrow it brings you value. Many coaches, many players, international, when you say, we as a club, we have a really nice training center. This is the first question one player asks in Europe, for example, when he got an offer from one club. Do they have a training center? Let me see it. If they don't have these qualities, they don't consider going there. These things are really important. So if you want to attract later players of highest level, coaches of the highest level, more quality, the first thing, you have to provide facilities, you have to provide infrastructure that these people come and say, wow, I want to be here. I don't want to consider going anywhere else. I like being here. This infrastructure, this is marvelous. These people, they're marvelous. I want to stay here. This is very important. Long way to go before you look at the moment where you roar with that goal. Step by step, many countries, they didn't have that, and they started doing that 10, 15 years ago, and very quickly they reached the level. Many Asian countries, they did it, speaking about South Korea, Japan, all that thing. And we could see that in the... Exactly. You see that in World Cups, you see that in competitions, in the level of their players developing, the league becoming stronger, the league having more teams, more quality, more players, more teams. Everything's connected. Now 2 more games to go. Where do you see the team? Well, we see the 2 last games, like with the fighting spirit that we can achieve
a couple of more points to qualify for playoffs, and then get ready to playoffs to be again one nice surprise in the playoffs, to reach the highest possible level possible. So this is our objective. Let's hope for that. So how much have you adapted to the food, the culture, the habits? Without any problem, I think. I like everything what we have here, especially the food, especially the way we, very often when we have this free time, we go around, we try these local specialties. So it's nice, I like it. I really like it. From all the way from the East Block to... Yeah. This is kind of life experience, a life-changing experience that stays for all your life in your heart. So I like being here. I like being part of this community. I like being in Kochi. I like every moment being part of this club. The moment when we play this home game and the moment we go out of that tunnel into that pitch and I hear the chants, I hear the fans, this is something priceless. It's like goosebumps, giving something in your heart. This is something that you don't want to change. I want to be here. Just one question. How did you become a coach? I was close to the end of my playing career. I was playing in Belgium. And one day, I was working with one coach for about 3 years. I was already for a long time into that club. And one day during one training session, my coach asked me, have I ever thought about writing me into the coaching education system program in Belgian Federation? I was surprised, saying no, and asking him why. And he was telling me that the way how he sees the way how the other players are looking at me in the dressing room. I was back then kind of captain, leader, and I was thinking, yeah, maybe right. And then after that season, I went playing in China. Coming back after the next season, he was asking me to come back to the club, play for the club. I arrived back, starting pre-season. He was asking me, have I done that, like writing me into educational coaching system? I said no. So then he said, okay, I'll do that. You'll be in my group because I want you to go there. And actually it was August. I decided to stop during the pre-season. Even I had a contract. I decided to stop playing because I felt it was the time to stop. And in September, I started coaching education program. And then very quickly it started being serious. The way I look at it now, it changed my perspective for a big deal, because playing period, coaching periods, two different worlds. So this playing period now gives me only facility, like easing my time, like, okay, I recognize why one player is feeling like that, or I recognize what he's doing, because I was doing that the same a long time ago. Now as a coach, it's a different world. You have so many other things, but I'm really glad that I went through it. It was pleasure. For about 4 years in that education, it was pleasure, really pleasure. And now I look at football with a different view. So it wasn't very well schemed, but it wasn't an accident either. No, it was maybe planned to be, but the coach was kind of, because as a player, closer you are to the end, you think about your future. You think about what will I do, because the unbearable truth moment of one football player throughout your whole career. Every season you start a new season, you start the pre-season preparation, trainings, and you go with it. One day, it just stops. And then, let's say a student, you finish your university, you start one career, whatever it is, and you go through, like, your life is going on, till 65 something, pension, you go to retirement. As a football player, you start doing something when you are young enough, you grow up, you become serious guy, there is family, wife, kids. And then you're doing something for 15, 20 years if you're lucky, without injuries. One day, it stops. And one day you say to yourself, okay, what should I do now? And many players, they lost themselves. If you don't prepare this part of your life, whether is it later staying in football or a management part or whatever it is, any kind of business, if you don't get ready for that, you get lost. So, and for me, football was always like, I want to be part of that. I want to be, especially as a coach, I like that feeling of a dressing room, before the game, after the game, during the game. I like that. So I'm really doing it with pleasure. Such a pleasure, Coach Thank you very much. Ivan Vukomanovic, and I hope that you're not just part of Kerala Blasters, you'll be part of Kerala and be part of that Indian team which one day will play the World Cup. Let's hope. Let's hope. Thank you very much. Thank you so much for joining me. My pleasure. Kerala. Thank you.
ഈ പരിപാടി കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കേരളം കടക്കിണിയിലാണെന്ന വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കിഫ്ബിയുടെ പരിധി കവിഞ്ഞു, അക്ഷയഖനിയല്ല എന്നുള്ള തരത്തിൽ. എന്താണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, തീർച്ചയായിട്ടും മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി പദ്ധതി. അതിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കിഫ്ബി വഴി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കമിട്ട ധനമന്ത്രിയായിരുന്ന TN തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ കിഫ്ബി വഴി ഇനി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക പ്രായോഗികമല്ല, അതിന്റെ പരിധിയായിരുന്ന 50,000 കോടി ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഇനിയൊരു അക്ഷയ ഖനിയല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇനി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമായിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നോട് തോമസ് ഐസക്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവ്യക്തതകളൊന്നുമില്ല. കേരളം ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വാക്കുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാനാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പദ്ധതിക്ക് തുടക്കമിട്ട മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ധന്യ. ശരി ഡാൻ, തുടരാമോ? വിഷയത്തിൽ പ്രതികരിക്കാൻ വി ടി ബൽറാം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, വലിയ പ്രതീക്ഷ ഇനി കിഫ്ബിയിൽ വേണ്ട എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കളിലേക്ക് എത്താം. കിഫ്ബി അക്ഷേഖനീയല്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. അതിന് ഒരു ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന പണം അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും. എപ്പോഴും ഈ ബാധ്യതകൾ വരുമാനത്തിന് താഴെയായിരിക്കണം. അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കിഫ്ബിയിൽ ലക്ഷ്യമിട്ടതിൻ്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നില്ല, എടുക്കാൻ പാടില്ല. അതൊരു കൃത്യമായിട്ടത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് 50,000 കോടി. 50,000 കോടിയേക്കാൾ കൂടുതൽ വന്നു. ഇപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു വഴികൾ തേടണം. ഇതിപ്പോ പ്രഖ്യാപിച്ച് ചെയ്താൽ കേരളം മാറും. പിന്നെ അതുകൊണ്ട് വേറെ ഒത്തിരി വഴിയൊന്നും അന്വേഷിക്കേണ്ട, ഇതൊക്കെ ചെയ്തു വെച്ചാണ്. സൈതാവ് വി ടി ബൽറാം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇതാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിഫ്ബിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തോമസ് ഐസക് കേരളം നമസ്കാരം. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
ലൈഫ് മിഷൻ കേസിൽ ഈ ചർച്ച നടക്കുന്ന വേളയിൽ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളതാണ്. മുൻപ് 2 തവണ CM രവീന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ED. സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളിൽ രവീന്ദ്രനെ കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് രവീന്ദ്രനെതിരെ മൊഴി നൽകുകയും ചെയ്തു. ഇതുകൂടാതെ സ്വപ്നയും രവീന്ദ്രനും തമ്മിലുള്ള ചാറ്റിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നതും നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിലാണ് രവീന്ദ്രൻ വീണ്ടും EDക്ക് മുന്നിലേക്ക് എത്തേണ്ടി വരിക. അത് ഒരുപക്ഷേ ഈ വരുന്ന ആഴ്ച സംഭവിച്ചേക്കാം. കേസിൽ കഴിഞ്ഞ ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വപ്നയുടെ മൊഴിയെ തുടർന്നായിരുന്നു ഈ അറസ്റ്റ്. ചോദ്യം ചെയ്യലിനോട് അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഏതായാലും ED ഈ കേസിൽ കുരുക്ക് കൂടുതലായി മുറുക്കുകയാണ്. ഈയിടെ ഈ 2ാം വരവ് ഒരുപക്ഷെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. നിരവധി തെളിവുകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുണ്ട്. നമുക്ക് പുറത്ത് നമുക്ക് ലഭിക്കുന്ന ചില വാട്സപ്പ് ചാറ്റുകളുണ്ട്. ഇതൊക്കെ എന്ത് സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഇനിയുള്ള EDയുടെ നീക്കം എന്താണ്? ED ക്ലിഫ് ഹൗസിലേക്കോ എന്നാണ് സൺഡേ ഡിബേറ്റ് ചോദിക്കുന്നത്. സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. വലതു നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ, ശ്രീ പത്മനാഭൻ BJPയുടെ പ്രതിനിധിയായി, ശ്രീ AH ഹാഫിസ് കേരള കോൺഗ്രസ് നേതാവ് LDFന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം ശ്രീ അനിൽ അക്കരെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ലൈഫ് മിഷൻ കേസിൽ നിരവധി കാര്യങ്ങൾ ചെയ്ത നിയമപോരാട്ടം നടത്തിയ അനിൽ അക്കരെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്തു. ആദ്യം ശ്രീ പത്മനാഭൻ, ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ളതാണ് ED. നേരത്തെ മുൻപ് 2 തവണ